തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടെ വിശ്വാസികൾക്കൊപ്പം നോമ്പ് തുറന്ന മന്ത്രി പി പ്രസാദ്. ആലപ്പുഴ മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിലെ സമൂഹ നോമ്പ് തുറയിലാണ് അപ്രതീക്ഷിതമായി കൃഷിമന്ത്രി പി പ്രസാദ് നോമ്പ് തുറക്കാനെത്തിയത്. ഈന്തപ്പഴവും തണ്ണിമത്തനും കഞ്ഞിയും ചായയുമെല്ലാം നിറഞ്ഞ മേശയ്ക്ക് മുന്നിൽ നോമ്പ് തുറക്കാൻ ബാങ്ക് വിളിക്കായി കാതോർത്ത് വിശ്വാസികളോടൊപ്പം മന്ത്രി പി പ്രസാദും കാത്തിരുന്നു. മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിലെ സമൂഹ നോമ്പുതുറയിലാണ് അപ്രതീക്ഷിതമായി കൃഷിമന്ത്രി പി പ്രസാദ് കടന്നുവന്നത്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചെന്നിത്തലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് റംസാൻ വ്രതമനുഷ്ഠിക്കുന്ന മന്ത്രി നോമ്പു തുറക്കാനായി മാന്നാർ ജുമാ മസ്ജിദിലെത്തിയത്. മന്ത്രി എത്തുമെന്നറിഞ്ഞ് ജമാഅത്ത് കൗൺസിൽ ഹാളിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് വിശ്വാസികളോടൊപ്പം അവരിലൊരാളായി നോമ്പു തുറക്കാനായിരുന്നു മന്ത്രിക്കിഷ്ടം. ജമാഅത്ത് ഭാരവാഹികൾ ചേർന്ന് മന്ത്രിയെ സ്വീകരിച്ചു. മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നത് മാത്രം സ്വീകരിക്കാനും വേണ്ടാത്തത് മാറ്റി നിർത്താനും മനസ്സിനെ പ്രാപ്തമാക്കാൻ കഴിയുന്ന അനുഷ്ഠാനമാണ് റംസാൻ വ്രതമെന്ന് മന്ത്രി പറഞ്ഞു. നൂറ്റാണ്ടിലധികമായി നോമ്പിന്റെ കാലഘട്ടത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന വിശ്വാസികളോടൊപ്പം ഒരു ഐക്യദാർഢ്യം എന്ന തരത്തിൽ അതോടൊപ്പം ചേർന്ന് നിൽക്കാറുണ്ട്. കേവലമായ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നൊരു പകൽ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചിലതിനെല്ലാം ഒഴിവാക്കി നിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നൽകൽ കൂടിയാണ്. ആർത്തികൾക്ക് പിന്നാലെ പായുമ്പോൾ അരുതാത്തത് പലതും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടതായി വരും. അതിനോടെല്ലാം ഒരു എതിർപ്പ് രേഖപ്പെടുത്താൻ കഴിയുമോ, ആർത്തികളെ അടക്കി നിർത്താൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് നോമ്പ് എന്നത്. ഇടപഴകി ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാ മതങ്ങളെക്കുറിച്ച് പഠിക്കാനും നല്ല വശങ്ങൾ ഉൾക്കൊള്ളാനും മനുഷ്യൻ തയ്യാറാകണമെന്നും 1/4 നൂറ്റാണ്ടിലേറെക്കാലമായി മുടങ്ങാതെ റംസാൻ വ്രതമനുഷ്ഠിക്കുന്ന മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.